അപ്പോൾ നമുക്ക് ഇന്നൊരു അറബിക് ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അറബിക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചുമ്മാ സിമ്പിളാണ് കേട്ടോ. ശരി, ഒതൻറ്റിക് അറബിക് ഡിഷൊന്നും അല്ലേ, ഞാൻ എൻ്റെ ഒരു റെസിപ്പി ആയിട്ട് കേട്ടോ. ഞാനൊരു ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു ഫുൾ ചിക്കൻ 4 പീസാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മല്ലിയിലയും കൂടെ അരച്ചതാണ്. ഇത് നമ്മുടെ കറുകപ്പട്ട, മല്ലി, ഗ്രാമ്പു, ചെറിയ ജീരകം, പെരിഞ്ജീരകം എല്ലാം കൂടെ പൊടിച്ചതാട്ടോ. ഈ അറബിക് ഡിഷിനായിട്ട് മെയിനായിട്ട് വരും ചെറിയ ജീരകം ചേർക്കുവേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗരം മസാല ഇല്ലേ, അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് പൊടിച്ചതാണ് ഇത് കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി 1 സ്പൂണുള്ള, അധികം എരിവ് വേണ്ടല്ലോ അറബിക് ഡിഷ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു പീസ് എന്താ പറയുക മാഗി ക്യൂബ്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഏറ്റവും നല്ലത് നമ്മൾ ഒലിവ് ഓയിലാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് നെയ്യാട്ടോ. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ആ ഓയിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഈ മസാല മിക്സ് ചെയ്യാൻ. എന്നിട്ട് ഒരു സ്പൂൺ നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്കിതൊന്ന് പുരട്ടി വെക്കണം ചിക്കനിൽ. ഇത് ഓവർനൈറ്റ് ചിക്കൻ പിന്നെ മസാല ചെയ്ത് പുരട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ നന്നായിട്ട് പിടിച്ച് റെഡിയായി വരും. ഇനിയിപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഈ മസാല ചേർക്കുക കേട്ടോ. ഇത് 1 സ്പൂൺ മസാലയാണ്. പിന്നെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇടുകയാണ്. പിന്നെ മുളക് പൊടി, മാഗി ക്യൂബ്. ഉപ്പ് ചേർക്കണം. ഈ മാഗി ക്യൂബിന് കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് നമ്മളതനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യാവേ. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഞാൻ കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിത് ഫ്രൈ പാനിലിട്ട് ഷാലോ ഫ്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്യാവേ. അപ്പോൾ ഞാൻ കുറച്ച് ഗീ ആണ് ഒഴിച്ചേക്കുന്നത്. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ എയർ ഫ്രൈയറിലോ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ